സമൂഹം ആ പ്രവാചകനെ അറിയാതിരിക്കില്ല. ആ പ്രവാചകന്റെ ഇടപെടലായിരുന്നു അത്, ആ പ്രവാചകന്റെ പ്രവർത്തന ഫലങ്ങളായിരുന്നു അത്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ പിന്തലമുറക്കാരാണ് പണ്ഡിതന്മാര്. ആ വാചകത്തെ ശൈഖുനാ കാന്തപുരം ഉസ്താദ് അന്വർത്ഥമാക്കുകയാണ്. ആ പ്രാതിനിധ്യം പൂർവീക കാലത്ത് കൊണ്ടുപോയവരാരാണ്? ഭാരതന്മാരായ മാലിക് ദീനാർ തങ്ങളാണ്, മഖ്ദൂം തങ്ങളാണ്. അതേ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങള് ആമുഖമായി ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏതൊരു പേനത്തുമ്പുകൊണ്ടാണോ നിസ്കാരത്തിന്റെ ഷർത്തും പറന്നും പഠിപ്പിച്ചത്, ഏതൊരു പേനത്തുമ്പുകൊണ്ടാണോ മൗലിദിന്റെ കിതാബ് രചിച്ചത്, ഏതൊരു പേനത്തുമ്പുകൊണ്ടാണോ വിധൈകൾക്കെതിരെയുള്ള ആദർശ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത്, അതേ പേനത്തുമ്പുകൊണ്ട് മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമര പോരാട്ടങ്ങൾ ആളിക്കത്തിക്കുന്ന കൃതികൾക്ക് ജന്മം നൽകിയ മഖ്ദൂമുമാരോ രാഷ്ട്രപ്രബുദ്ധതയുടെ രാഷ്ട്രസ്നേഹത്തിന്റെ പാഠഭാഗങ്ങൾ മലബാറിലെ ജനതയിലേക്ക് കൈമാറിയ മഖ്ദൂം തങ്ങള് അതായിരുന്നു ആത്മീയ പണ്ഡിത വഴികളിലെ മുൻഗാമികളോ. കാന്തപുരം ഉസ്താദ് അത് പാകപ്പെടുത്തി മാതൃകയായി മുന്നോട്ട് പോയി. കണ്ടിട്ടില്ലേ നിങ്ങൾ? അതിരാവിലെ കാന്തപുരം ഉസ്താദിന്റെ ബുഖാരി പാഠശാലയിൽ നിന്ന് തവസ്സുൽ ഇസ്തിഗാസയുടെ മാലമൗലിദുകളുടെ ഹദാദ് റാത്തീബിന്റെ കൂട്ടുപ്രാർത്ഥനയുടെ ഖുനൂത്തിന്റെ ആധികാരികമായ വഴികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പവറുള്ള 6000-ഓളം വരുന്ന പണ്ഡിതന്മാരെ കേരളത്തിന്റെ ഇന്ത്യയുടെ വിവിധ ദിക്കുകളിലേക്ക് കൈമാറി ആദർശത്തിന്റെ അസുരബുദ്ധികളുമായി കടന്നു വരുന്ന അവാന്തര വിഭാഗങ്ങളിൽ നിന്ന് ഈ സമുദായത്തിന്റെ ആദർശമാനിടത്തെ പരിരക്ഷിക്കുവാൻ പാകപ്പെടുത്തിയ 6000-ഓളം വരുന്ന പണ്ഡിതന്മാർ ഇവിടെയുള്ള കലഹവാദികളായ വഹാബികളുടെ മുമ്പിൽ ഖണ്ഡനം നടത്താൻ, വാദപ്രതിവാദം നടത്താൻ, നൂറുകണക്കായ ജനകീയ വിചാരണകളിലൂടെ, മുഖാമുഖ സ്റ്റേജുകളിലൂടെ ഈ രാജ്യത്തെ പൊതുജന സമൂഹത്തിന്റെ മുമ്പിൽ ഇസ്ലാമിക വിശ്വാസങ്ങളുടെ വിചാരധാര അരക്കിട്ടുറപ്പിക്കുവാൻ ആദർശ പടയോട്ടം നടത്തിയ 6000-ഓളം വരുന്ന പണ്ഡിതന്മാരെ കൈരളിക്ക് കൈമാറുന്ന ആ പരിശുദ്ധമായ ബുഖാരി പാഠശാലക്ക് കാന്തപുരം ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന പ്രഭാതം. ആ പ്രഭാതത്തിൽ നമ്മുടെ വീടുകളിലെത്തുന്ന പത്രം വായിച്ചിട്ടുണ്ടോ? ആ പത്രത്തിൽ കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവന കാണാം. തവസ്സുൽ ഇസ്തിഗാസ പഠിപ്പിക്കുന്ന പാഠശാലയുടെ പ്രഭാതം. അന്ന് നമ്മുടെ വീട്ടിലെത്തിയ പത്രത്തില് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടിയാൽ ഇടപെടുന്ന കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവനയുണ്ട്. കാർഷിക വിളകൾക്ക് വില കൂടിയാൽ, കാർഷിക വിളകൾക്ക് വില കുറഞ്ഞാൽ ശക്തമായി പ്രതിഷേധിക്കുന്ന പണ്ഡിതന്റെ ധർമ്മം നിർവഹിക്കുന്ന കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തന പ്രതിഷേധ പ്രസ്താവനകളുണ്ട്. ഇത് മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ മാതൃകയാണ്. ആത്മീയതയുടെ അടിത്തറയിൽ ശിലഭാഗപ്പെട്ട ആത്മീയ പ്രബോധനത്തിന്റെ പ്രവർത്തനമാണ്. കണ്ടിട്ടില്ലേ നിങ്ങൾ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലുകൾ? ഒരു കാലത്ത് കേരളത്തിന്റെ കവലകൾ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പേരിൽ, മതവിഭാഗീയതയുടെ പേരിൽ ആളിക്കത്തിയ സമയം കാന്തപുരം ഉസ്താദ് കേരളത്തിന്റെ കവലകളിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ യാത്ര, ആ യാത്രയതാ കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അതുവരെ കടാര കൊണ്ടും ബോംബ് കൊണ്ടും സംസാരിച്ച രാഷ്ട്രീയ നേതൃത്വത്തെ തനിക്ക് നൽകപ്പെട്ട സ്വീകരണ വേദിയിലേക്ക് കൊണ്ടുവന്ന് പരസ്പരം പുഞ്ചിരി കൈമാറിക്കുവാൻ, സ്നേഹം കൈമാറിക്കുവാൻ, ഹസ്തദാനം ചെയ്യിപ്പിക്കുവാൻ കാന്തപുരം ഉസ്താദിന് സാധിക്കുകയാണ്. അതേ സ്വയം ചിരിക്കാൻ അറിയുന്നവർക്ക് അവരനെ ചിരിപ്പിക്കാൻ കഴിയൂ എന്ന മാതൃക മലയാളിക്ക് മുമ്പിൽ കാന്തപുരം ഉസ്താദ് കൈമാറുന്നു. വി ആർ ജസ്റ്റിസ് കൃഷ്ണയ്യരെ പോലെയുള്ള പ്രഗത്ഭരായ സാമൂഹിക നേതാക്കള് കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനത്തെ ഇതുവരെ സാമുദായിക പണ്ഡിത മണ്ഡലങ്ങളിൽ നിന്ന് കാണാൻ കഴിയാത്ത മഹത്തായ വിപ്ലവത്തിന്റെ നവോത്ഥാന നായകൻ എന്ന് ജസ്റ്റിസ് കൃഷ്ണയ്യർ മാർക്കിടുകയാണ്. പ്രഗത്ഭരായ പൊതുപ്രവർത്തകന്മാർ മുഴുവനും കാന്തപുരം ഉസ്താദിന്റെ അത്തരം ഇടപെടലുകളെ ശ്ലാഘിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുകയാണ്. ഒരു പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവിന്റെ വിശദമായ വിലയിരുത്തലുകൾ കൊണ്ട് കഴിഞ്ഞ 33 വർഷക്കാലം ഇത്തരം മഹനീയമായ കർമ്മങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന മർക്കസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു പോകുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരിയായി വ്യക്തിപരമായി സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള ഒരു പ്രേരണ എന്നിലുണ്ടായത് ബഹുമാന്യനായ AP ഉസ്താദിന്റെ സാന്നിധ്യം ഈ സദസ്സിനുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും അദ്ദേഹവുമായി വ്യക്തിപരമായി ഇടപഴകാൻ മർക്കസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പോയി, കോഴിക്കോട്ട് പോയും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വെച്ച് അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും അദ്ദേഹത്തുമായി സംസാരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ആ സംസാരത്തിന്റെയും ആ വ്യക്തിപരമായ അടുപ്പത്തിന്റെയും അടിസ്ഥാനത്തിൽ
അടിസ്ഥാനത്തിൽ ഒരു കാര്യം എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിന് അറിവ് പകർന്നു കൊടുക്കുന്നതിൽ, വിദ്യാഭ്യാസ മേഖലയുടെ മഹത്വത്തിലൂടെ ആ അറിവിന്റെ എല്ലാ സാരാംശങ്ങളും ജനങ്ങളുടെ മനസ്സിലേക്ക് പകർന്നിട്ട് കൊടുക്കുന്നതിൽ ബഹുമാനായ ഉസ്താദ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അത് മാത്രമല്ല, നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒട്ടേറെ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ ബഹുമാനായ ഉസ്താദിന് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു. ധർമ്മച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഉപദേശങ്ങൾ ഈ സമൂഹത്തിന് നൽകാൻ ബഹുമാനായ ഉസ്താദിന് സാധിച്ചിട്ടുണ്ട്. ആദർശപരമായ ആശയപരമായ മൂല്യത്തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന് ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വ്യക്തമായ നിർദ്ദേശം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സമൂഹങ്ങളും സമുദായങ്ങളും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം സംഘർഷമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ആ സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിൽ കടന്നിയെന്ന് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ ബഹുമാനായി ഉസ്താദ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഉസ്താദ് മർക്കസിന്റെ മാത്രം ഒരു സമ്പത്തല്ല, ഉസ്താദ് ഒരു സമൂഹത്തിന്റെയോ ഒരു സമുദായത്തിന്റെയോ സമ്പത്തല്ല. ഇന്ത്യയിലെ, കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ബഹുമാനിക്കുന്ന ബഹുമാനായ AP ഉസ്താദിനെ ഞാൻ അഭിമാനത്തോടു കൂടി പറയും. എന്റെ കൂടി ഉസ്താദ് എന്ന് പറയാനുള്ള അഭിമാനവും അതുപോലെ തന്നെ സന്തോഷവും എനിക്കുണ്ട്. ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും കാണാറുള്ളപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ട്, നിങ്ങളിൽ നിന്നും ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളിൽ നിന്നും ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ആ മഹത്വം മനസ്സിലാക്കി അദ്ദേഹത്തിന് കൊടുക്കേണ്ട ബഹുമാനവും അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആദരവും അദ്ദേഹത്തിന് കൊടുക്കേണ്ട പ്രയോജനവും കൊടുക്കാൻ പലപ്പോഴും ഭരണാധികാരികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു സംശയം നിങ്ങളെ പോലെ പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നു, അദ്ദേഹത്തെ പോലെയുള്ള വ്യക്തികൾക്കും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്കും അറിഞ്ഞ് സഹായിക്കേണ്ട ഉത്തരവാദിത്തം രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്, ഭരണകർത്താക്കൾക്കുണ്ട്, ഭരണകൂടത്തിനുണ്ട്. അതിൽ വീഴ്ച പറ്റിയാൽ അതിന്റെ പേരിൽ ദോഷം സംഭവിക്കുന്നത് ഉസ്താദോ അല്ലെങ്കിൽ മർക്കസോ അല്ല, നേരെ മറിച്ച് സഹായം ചെയ്തു കൊടുക്കേണ്ട വ്യക്തികളും പ്രസ്ഥാനങ്ങളുമാണ് എന്ന തിരിച്ചറിവ് വൈകിട്ടാണെങ്കിലും മനസ്സിലാക്കാൻ രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ഇന്ന് തയ്യാറായിട്ടുണ്ട് എന്നത് ഈ പ്രസ്ഥാനത്തിന്റെയും ആ മഹത് വ്യക്തിയുടെയും വലിപ്പത്തെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സമുദായമേ, നമുക്ക് അഭിമാനിക്കാം. സയ്യിദ് അലവി മാലിക്കുമൊക്കെ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്നുകൂടി ഓർത്തെടുക്കാം. അല്ലാഹു അക്രമക്കും ബിഹി, അല്ലാഹു നമ്മെ അനുഗ്രഹിച്ചത്, അല്ലാഹു നമ്മെ ആദരിച്ചത് സമകാലികമായി അല്ലാഹു നൽകിയ നിഅമത്താണ്. ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ സാന്നിധ്യമെന്ന് നമ്മൾ തിരിച്ചറിയുക. ഓ സമുദായമേ, ആ സമുദ്ധാരണങ്ങൾക്ക് നമ്മൾ കരുത്തു പകരുക, സഹായഹസ്തങ്ങൾ നീട്ടുക. ആ വന്യ വയോധികരായ പണ്ഡിത പ്രതിഭ ഉമ്മത്തിന് വേണ്ടി യാത്ര ചെയ്ത് കരഞ്ഞുണങ്ങി ത്യാഗപൂർണമായി യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ കഴിയുന്ന സംഭാവനകളും സഹായങ്ങളും പ്രാർത്ഥനകളും നമ്മൾ കൈമാറുക. ഇതൊരു ചെറിയ കാര്യമല്ല. കാന്തപുരം ഉസ്താദ് കടന്നു ചെന്ന സംഘർഷ ഭൂമി കേവലം കേരളത്തിന്റെ ഇട്ടാവട്ടമല്ല, കാശ്മീർ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കാശ്മീരിലെ അപക്വമതികളായ മുസ്ലിം ചെറുപ്പക്കാരുടെ പ്രവർത്തനങ്ങള് ലോകത്താകമാനം ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചപ്പോൾ തീപാറുന്ന കാശ്മീരിന്റെ താഴ്വാരങ്ങളിൽ ആയുധമെടുത്ത മുസ്ലിം യുവാക്കളുടെ മുന്നിലേക്ക് കാന്തപുരം ഉസ്താദ് കടന്നു ചെന്നു. തന്റെ വശ്യമായ പുഞ്ചിരിയോടെ സ്നേഹവിപ്ലവത്തിന്റെ സാരഥിയായി കാശ്മീരിന്റെ താഴ്വാരങ്ങളിൽ ചെന്നു. ആ യുവ മനസ്സുകളോട് കാന്തപുരം ഉസ്താദ് സംവദിച്ചു. ഓ മക്കളെ, ഇത് മതമല്ല, ഇത് ധർമ്മമല്ല, ഇത് രാജ്യസ്നേഹമല്ല, രാഷ്ട്രത്തിന്റെ മുഖ്യധാരയിലേക്ക് മടങ്ങി വരൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് കാശ്മീരിന്റെ കലാപമണ്ണിലൂടെ ശൈഖുനാ കാന്തപുരം ഉസ്താദ് നടത്തിയ കാശ്മീർ യാത്രയുടെ ചെറിയ ഭാഗങ്ങൾ. പൂഞ്ചിലേക്കുള്ള പ്രയാണം. शुक्र है हम पर वाजिब, शुक्र है हम पर वाजिब, शुक्र है हम पर वाजिब, शुक्र है हम पर वाजिब।
കാന്തപുരം ഉസ്താദിനെ ലക്ഷക്കണക്കായ മലയാളികൾക്ക് മാത്രമല്ല പരിചയം, വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലെ SI മുതൽ കാർഗിൽ മലമടക്കുകളിലെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് വരെ പരിചയമുള്ള പ്രവാചകന്മാർ രചിച്ച പ്രബോധനത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമകാലിക സമുദായം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന വിപ്ലവകാരി ശൈഖുന കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ എന്തുകൊണ്ട് ആ വിജയം നേടിയെടുത്തു? അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളെ മാതൃകയായി സ്വീകരിച്ചു. ആ പ്രവാചകന്മാർ പ്രസരണം ചെയ്ത ആത്മീയതയെ മാറോട് ചേർത്ത് വെച്ചു. ആത്മീയത ഉമ്മത്തിലേക്ക് പ്രസരണം ചെയ്ത പൗരാണിക മുസ്ലിം സച്ചരിത വഴികളെ മാതൃകയായി സ്വീകരിച്ചു. എന്നാൽ മൗലവിമാർ സ്വീകരിച്ച സംസ്കാരം ആരുടേതാണ്? കാന്തപുരം ഉസ്താദും അഹ്ലുസുന്നയും സ്വീകരിച്ച സംസ്കാരമല്ല, പടിഞ്ഞാറുകാരന്റെ സംസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച സംസ്കാരം തലപ്പാവിന്റെ സംസ്കാരമാണ്, നീളക്കുപ്പായത്തിന്റെ സംസ്കാരമാണ്. ആധുനിക വഹാബികൾ KM മൗലവി തിരികൊളുത്തിയ വൈകൃതമായ നശീകരണ വിപ്ലവത്തിന്റെ ആധുനിക രൂപങ്ങൾ എങ്ങനെയെന്ന് സ്വന്തം നേതാവിനെ അനുയായി പരിചയപ്പെടുത്തുന്നതിലൂടെ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട്. വേറൊന്നും കണ്ടിട്ടല്ല. ഞങ്ങളുടെ നേതാവ് AP അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാണ്. മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ ഊതിയ പറഞ്ഞു. അങ്ങനത്തെ ഒരു മനുഷ്യൻ, യാതൊരു ജാടയില്ല, തലപ്പാവിന്റെ ഊക്കില്ല, ജുബ്ബക്കുപ്പായത്തിന്റെ ഊക്കില്ല, അല്ലേ, കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ കാറില്ല, തക്ബീറുകളില്ല, നാടൻ മനുഷ്യൻ. അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ, അല്ലേ? എന്നാൽ ലോകത്തുള്ള മുസ്ലിങ്ങൾ അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായിയല്ല. തലപ്പാവിന്റെ പ്രൗഢിയുള്ള, നീളക്കുപ്പായത്തിന്റെ ഉജ്ജ്വലതയുള്ള, മഹത്തായ സംസ്കാരങ്ങളും ആത്മീയതയും ലോകത്ത് പ്രകാശിപ്പിച്ച, ലോകത്തിന്ന് വരെ ഒരാളും യാത്ര ചെയ്യാത്ത വേഗത കൂടിയ വാഹനപ്പുറത്ത്, വില കൂടിയ വാഹനപ്പുറത്ത്, ഇതുവരെ ഒരാളും കടന്നു ചെല്ലാത്ത മേഖലകളിൽ أبشر تناجي ربك القيوما صلوا عليه وسلموا تسليما. ഇന്ന് വരെ ഒരാളും യാത്ര ചെയ്യാത്ത വേഗത കൂടിയ വാഹനപ്പുറത്ത്, ഏറ്റവും വില കൂടിയ വാഹനപ്പുറത്ത്, ഇന്ന് വരെ ഒരു യാത്രികനും കടന്നു ചെല്ലാത്ത പരിശുദ്ധിടങ്ങളിൽ കടന്നുപോയ ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നേതാവിന്റെ അനുയായികളാണ് മുസ്ലിം ഉമ്മ. ആ മുസ്ലിം ഉമ്മത്തിന് ആധുനികമായി നേതൃത്വം കൊടുക്കേണ്ടത് ആരാണ്? ആ പ്രവാചകന്റെ താടി സ്വീകരിച്ചവരാണ്, ആ പ്രവാചകന്റെ തലപ്പാവ് ഏറ്റെടുത്തവരാണ്, ആ പ്രവാചകന്റെ നീളക്കുപ്പായം ഏറ്റെടുത്തവരാണ്, ആ പ്രവാചകന്റെ ആത്മീയത കൈയൊഴിക്കാത്തവരാണ്. ശൈഖുനാ കാന്തപുരം ഉസ്താദ് അധികാരികളുടെ അകത്തളങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ, വൈദേശിക ഭരണാധിപന്മാരുടെ സ്ഥിരാകേന്ദ്രങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ, തിരുവനന്തപുരത്തെ